കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അച്ഛൻ കിളിക്കൂടിൽ തന്നെ ഇന്ന് താമസിക്കാമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിധി അച്ഛനെ ചേർത്ത് പിടിക്കുകയാ. സന്തോഷമായില്ലേ എന്ന് ചോദിച്ച് അച്ഛനും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് കേൾക്കെ സുധീഷും ടെൻഷനോടെ പുന്നാമ്പുറത്ത് വന്ന് നിൽക്കെ ഹരീഷും അങ്ങോട്ടെത്തി എന്താ സുധീഷേട്ടാ എന്ന് ചോദിക്കുക. അയാൾ എന്തോ പ്ലാനുമായിട്ട് വന്നിരിക്കുന്നെന്ന് സുധീഷ് പറയേ അതെനിക്കും തോന്നി. പിന്നെ ആലോചിക്കുമ്പോൾ അല്ല ഇപ്പോൾ അയാൾ ഇവിടെ താമസിക്കാനൊക്കെ തയ്യാറാവുമ്പോൾ നമ്മൾ വെറുതെ ഓവറായിട്ട് ആലോചിക്കുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ടെന്ന് ഹരീഷും. എടാ ചെക്ക, രാവിലെ അയാൾ കാറിൽ വെച്ച് പറഞ്ഞ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഞാൻ എന്ന് സുധീഷ് ചോദിക്കേ. അതിപ്പോ സുധീഷ് ഏട്ടൻ ഇത്തിരി കൂട്ടി പറഞ്ഞതല്ലോ അല്ലേ എന്ന് ഹരീഷും. പോടാ, ഇത്രയും നാള് അവര് കാണിക്കാത്ത സ്നേഹം പെട്ടെന്നുണ്ടായിന്നാണോ നീ പറയുന്നേ? എടാ, എന്നോട് വെല്ലുവിളിച്ചതേ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളെ വേർപിരിക്കുമെന്നാ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഒരാഴ്ച അവളെ വീട്ടിൽ കൊണ്ടുപോവാമെന്ന്. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണോ നീ പറയുന്നത്? എടാ, ഈ ഒരാഴ്ച കൊണ്ട് അയാൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് നിധി ഇവിടെ ഉണ്ടായ പറ്റില്ല. ഈ ഒരാഴ്ചക്കുള്ളിൽ അയാൾ പ്ലാൻ ചെയ്തത് നടപ്പിലാക്കിയ പിന്നെ നിധി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അതാണ് അയാളുടെ ലക്ഷ്യം എന്ന് സുധീഷ് പറയേ. അതിനെ ഏട്ടത്തിയെ മാത്രമല്ലല്ലോ സുധീഷ് ഏട്ടനെയും വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് ഹരീഷും. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഞാൻ പോകുന്നൊന്നുമില്ല. അങ്ങോട്ട് ചെന്നാൽ അറിയാം അയാളുടെ പെരുമാറ്റം വളരെ മോശമായിരിക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് സുധീഷും. രണ്ടത്തരം പറയല്ലേ, കൂടെ പോയാലല്ലേ അവരെന്താണ് പ്ലാൻ ചെയ്യുന്നതെന്നും അത് തടയാനും പറ്റൂ. സുധീഷ് ഏട്ടനൊപ്പമില്ലെങ്കിലേ അവര് വിചാരിക്കുന്ന കാര്യം ഈസിയായി നടത്താൻ അവർക്ക് പറ്റും. ആലോചിച്ച് ചെയ്യേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേ അങ്ങോട്ടെത്തുന്ന രാജീവും ചേട്ടനും അനിയനും കൂടി രഹസ്യം പറച്ചിലാണോ എന്ന് ചോദിക്കുക. ഏയ് അങ്ങനൊന്നുമില്ല എന്ന് നിങ്ങൾ സംസാരിക്കെന്ന് പറഞ്ഞ് ഹരീഷ് അകത്തോട്ട് കയറി പോവുകയാ. അവൻ പോയി കഴിയുമ്പോഴേക്കും രാജീവും ദേഷ്യത്തോടെ സുധീഷിനോടായി എന്താടാ, എന്നെ ഇവിടെ കണ്ടപ്പോ നീ പേടിച്ചു പോയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ വീട്ടിൽ നീ എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് ചോദിക്കേ. ഏയ് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് നിധിക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രശ്നം? അത് നല്ലതല്ലേ എന്ന് സുധീഷും. ഓ അങ്ങനെ. ഇന്ന് രാത്രി ഈ കുപ്പയിൽ വന്ന് നിന്റെ ഏട്ടൻ വെച്ചുണ്ടാക്കിയതും തിന്ന് ഇവിടെ കിടന്നുറങ്ങേണ്ടി വരുമെന്ന് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ നീ അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്തൊരു ഡയലോഗായിരുന്നു നിന്റേത്. എന്നെ നേരിട്ട് വെല്ലുവിളിക്കാൻ നീ ആരുടെ നായേ? നിന്നെപ്പോലൊരുത്തന്റെ വെല്ലുവിളിയും കേട്ട് മിണ്ടാതിരിക്കണമെങ്കിലേ രാജീവ് ശങ്കർ അല്ലാതിരിക്കണം എന്ന് രാജീവ് വെല്ലുവിളിക്കേ. ഓഹോ, അപ്പോ എന്റെ സംശയം ശരിയാ. നിങ്ങള് ഒരു തീരുമാനം എടുത്തിട്ട് വന്നതായെന്ന് സുധീഷും. അത് കേൾക്കെ രാജീവും പൊട്ടിച്ചിരിയോടെ സംശയം എന്താ? ഇത്രയും കാലം ഞാൻ ഒന്നും മിണ്ടാതെ മാറി നിന്നില്ലേ? നീ ഇങ്ങോട്ട് അളയിലിട്ട് കുത്താൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ എന്റെ പത്തി വിടർത്തിയല്ലേ പറ്റൂ എന്ന് രാജീവ് ചോദിക്കേ. നിധിയെ ഞാൻ നിങ്ങളുടെ കൂടെ അയക്കില്ല. ഇവിടെ നിന്ന് നിധിയെ കൂട്ടിക്കൊണ്ടുപോവാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന് സുധീഷ് വെല്ലുവിളിക്കുന്നത് കേൾക്കെ രാജീവും പൊട്ടിച്ചിരിച്ചോണ്ട് രാവിലെ വെല്ലുവിളിക്കുമ്പോഴുള്ള വീറ് ഇപ്പോ നിന്റെ വാക്കുകൾക്കില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ കേറി വരുമെന്ന് നീ പ്രതീക്ഷിച്ചില്ല. എടാ കൊച്ചനെ, നിധിയുടെ കാര്യത്തിൽ ഞാൻ ഇപ്പൊ എടുത്ത തീരുമാനം മുമ്പേ എടുത്തിരുന്നെങ്കിലേ അവളിപ്പോ എന്റെ വീട്ടിലിരുന്നേനെ. അത് ചെയ്യാതിരുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടോ എന്തെങ്കിലും ചെയ്യാനുള്ള പേടി കൊണ്ടോ അല്ല. പോണെങ്കി പോട്ടെ എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് രാവിലെ മുതലേ അത് നിന്നോടുള്ള മത്സരമായി മാറി. നിന്നെ പോലുള്ള ഒരു ഊശയോട് തോറ്റാലേ? രാജീവ് ശങ്കറിന് അതൊരു കുറവല്ലേടാ. ഒരാഴ്ചയാ ഞാൻ നിനക്ക് സമയം തന്നത്. അതിൽ ആദ്യത്തെ ദിവസം അവസാനിക്കാറായി. അതിനുള്ളിൽ കാര്യങ്ങൾ എത്രത്തോളമായി എന്ന് നീ കണ്ടില്ലേടാ. ഇനിയുള്ള 6 ദിവസത്തിനുള്ളിൽ അവൾ എന്റെ വീട്ടിൽ എന്റെ മകളായി പഴയതുപോലെ തുടരും. നിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അപ്പോഴറിയാം. രാജീവ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും അച്ഛ എന്നുള്ള നിധിയുടെ വിളി കേൾക്കുക. അത് കേൾക്കെ രാജീവ് സ്നേഹത്തോടെ സുധീഷിന്റെ തോളത്ത് കൈവച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടത്തെ നിധിയും എന്താ മാറി നിന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയും രാജീവും ചിരിയോടെ സുധീഷിനെ ചേർത്ത് പിടിച്ച് ഏയ് ഞാനൊരു താങ്ക്സ് പറയായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സുധീഷിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. ഞാൻ ഇത്തിരി മോശമായി പെരുമാറിയെങ്കിലും സുധീഷ് എത്ര നന്നായിട്ടാ എന്നോട് ഇടപെട്ടത്. സത്യത്തിൽ സുധീഷാ എന്റെ കണ്ണു തുറപ്പിച്ചത്. നിനക്ക് ഞങ്ങളെയൊക്കെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് സുധീഷാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതിനൊരു താങ്ക്സ് പറയായിരുന്നു. അച്ഛനെയും മകളെയും ചേർത്ത് വെക്കാൻ സുധീഷിന് എത്ര ആഗ്രഹമുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാ മനസ്സു മാറി ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇങ്ങനെയുള്ള സ്ഥലത്താ നീ കഴിയുന്നേന്നോർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കണ്ടപ്പോഴാ നീ സന്തോഷമായിട്ടാ കഴിയുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. വൈകിട്ടാണെങ്കിലും അതിനൊരു താങ്ക്സ് പറയാമെന്ന് വെച്ചു അല്ലേ സുധീഷേ എന്ന് പറഞ്ഞവനെ ചേർത്ത് പിടിച്ച് നിധിയെയും അങ്ങോട്ട് വിളിച്ച് ചേർത്ത് പിടിച്ച് സുധീഷിനെ ചേർത്ത് പിടിച്ച കൈകൊണ്ട് അവന്റെ തോളത്ത് ഞെരിക്കുകയാ രാജീവ്. അവിടെ സുഭാഷ് അപ്പോഴേക്കും നിധിയുടെ അച്ഛന് കിടക്കാനായി ഒരു റൂമെല്ലാം തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഹരീഷ് അപ്പോഴേക്കും ഒരു ബെഡ്ഷീറ്റും തലേണയുമായി അങ്ങോട്ടെത്തി കട്ടിലിൽ ബെഡ്ഷീറ്റ് വിരിക്കുകയാ. തിളപ്പിച്ചാറിയ വെള്ളം റെഡിയെന്ന് പറഞ്ഞ് നികേഷും തിളപ്പിച്ചാറിയ വെള്ളം അങ്ങോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. സുഭാഷ് അപ്പോഴേക്കും നികേഷിനോടായി ഒരു ഫാൻ എടുത്തു കൊണ്ടുവന്ന് അങ്ങോട്ട് വെക്കാനായി പറയുക. സുഭാഷ് ഹരീഷിനോട് ബക്കറ്റും മോപ്പും കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ്
എന്തുവാടായി ചെയ്തു വെച്ചേക്കുന്നെന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എല്ലാം റെഡിയാക്കുമ്പോഴേക്കും രാജീവും നിധിയും സുധീഷും അങ്ങോട്ടെത്തുക. ഭയങ്കര ഒരുക്കമാണല്ലോ സുഭാഷ് എന്ന് രാജീവ് ചോദിക്കെ. അങ്ങനൊന്നുമില്ല, സാറിന് കിടക്കാൻ വേണ്ടി ഒന്ന് റെഡിയാക്കുന്നേ ഉള്ളൂ എന്ന് സുഭാഷ്. അപ്പോഴേക്കും നികേഷ് ഒരു പെഡൽ ഫാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. മോളിലെ ഫാനിന് കാറ്റിത്തിരി കുറവാ, ഇതാവുമ്പോ നല്ല സ്പീഡ് കിട്ടുമെന്ന് സുഭാഷ്. ഇതൊന്നും വേണ്ട, ഞാൻ എവിടെയെങ്കിലും ഒരു പായിൽ കിടന്നോളാമെന്നേ എന്ന് രാജീവ് പറയേ. സാറിനെ പോലെ ഒരാളെ അങ്ങനെ കിടത്താൻ പാടുണ്ടോ? ഒരു 10 മിനിറ്റ്, അപ്പോഴേക്കും ഈ മുറി റെഡിയാവും എന്ന് സുഭാഷ് പറയും. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് നിധിയോടായി. മോളെ, വണ്ടിയിൽ എന്റെ ബാഗ് ഉണ്ട് എന്ന് പറയേ. ഞാൻ എടുത്തിട്ട് വരാമെന്ന് നിധിയും. എടതി, ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞ നികേഷ് അതെടുക്കാനായി ഓടി പോവുകയാണ്. സുഭാഷും സാറ് പുറത്തേക്കിരുന്നോ, എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാമെന്ന് പറയേ. രാജീവ് സുധീഷിനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാ, കൂടെ നിധിയും. അവർ ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും നികേഷ് ബാഗ് കൊണ്ട് കൊടുക്കുകയാ. വരൂ അച്ഛാ, എന്റെ മുറിയിൽ പോയി ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ നിധി അച്ഛനെ തന്റെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അപ്പുറത്തെ റൂമിൽ നോക്കി നിൽക്കുകയായിരുന്ന സുധീഷിനെ വെല്ലുവിളിയോടെ നോക്കി ഒരു ചിരിയോടെ രാജീവ് നിധിയുടെ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഇതാണ് എന്റെ മുറി, ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി ഇതാ, അതാ ഇതെനിക്ക് തന്നതെന്ന് നിധിയും. വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിനക്ക് സ്വന്തമായിട്ടൊരു മുറിയുണ്ടല്ലോ, അത് തന്നെ ധാരാളമെന്ന് രാജീവും. അങ്ങനെ പറയത്തക്ക പ്രശ്നമൊന്നുമില്ലച്ചാ, എല്ലാവരും നല്ല സ്നേഹത്തിൽ തന്നെ കഴിയുന്നതെന്ന് നിധിയും. ഞാൻ സ്നേഹത്തിന്റെ കാര്യമല്ല മോളെ പറഞ്ഞത്, പരിമിതികളെ കുറിച്ച് എന്നച്ഛൻ ഓർമ്മിപ്പിക്കെ. അച്ഛൻ ഡ്രസ്സ് മാറി വരൂ, ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് നിധി പുറത്തേക്ക് ഇറങ്ങി പോവുക. അവൾ പോയി കഴിയുമ്പോഴേക്കും ഡോറടച്ച് റൂം ആകെ ഒന്ന് നോക്കി നിൽപ്പാൻ രാജീവ്. സുഭാഷ് അപ്പോഴേക്കും ആ റൂമിന്റെ ജനലിൽ പുതിയ കർട്ടൻ എല്ലാം വെച്ച് റൂമിൽ എയർ ഫ്രഷ്നർ സ്പ്രേ ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന നിധിയും ഭയങ്കര ഒരുക്കാണല്ലോ, എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുക. എന്താ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്, സാർ ഇങ്ങോട്ട് വരുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? എത്രയോ വലിയ മനുഷ്യൻ നമ്മുടെ വീട്ടിൽ താമസിക്കാന്ന് തീരുമാനിച്ചിരിക്കുക, അങ്ങനെയുള്ള ഒരാളെ നന്നായി ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഡ്രസ്സ് മാറിയ രാജീവും അങ്ങോട്ടെത്തുകയാണ്. സാർ വരൂ, കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഹാളിൽ കിടക്കുന്നുണ്ടാവും, അപ്പൊ ശരി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുഭാഷ് സുധീഷിനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും കൂടെ പോവാനിറങ്ങിയ സുധീഷിനോടായി രാജീവ് സുധീഷേ ഗുഡ് നൈറ്റ് എന്ന് വിളിച്ചു പറയേ. സുധീഷും ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. നിധിയും അച്ഛനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് പോകുമ്പോഴേക്കും രാജീവും ആ കട്ടിലേക്കിരുന്ന് റൂം ആകെ ഒന്ന് നോക്കി പൂച്ചത്തോടെ ചിരിക്കുകയാണ്. റൂമിലെത്തിയ നിധിയും ബെഡിലിരുന്ന് അച്ഛൻ തന്നെ കാണാനെത്തിയ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ഓർത്തെടുക്കുകയാ. രാജീവും എഴുന്നേറ്റ് ചെന്ന് ഡോർ അടയ്ക്കാനായി തുടങ്ങുമ്പോഴാണ് ഹാളിൽ പാവിരിച്ചു കിടക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും കാണുന്നത്. സുഭാഷും ബെഡ്ഷീറ്റും തലേണയുമായി അങ്ങോട്ടെത്തി വിരിച്ചു കിടക്കുമ്പോഴേക്കും അത് കാണുന്ന രാജീവും സുധീഷ് ഇവിടെയാണോ കിടക്കുന്നതെന്ന് ചോദിക്കുക. അത് ഇനി മുതൽ ഒരാഴ്ച അവിടെയാണല്ലോ, അതുകൊണ്ട് ഇന്നിവിടെ കിടക്കാമെന്ന് കരുതിയെന്ന് സുധീഷും. ഓ ശരി എന്ന് പറഞ്ഞ് രാജീവും ഡോർ അടയ്ക്കുകയാണ്. രാജീവ് സംശയത്തോടെ കട്ടിലേക്ക് ചെന്നിരിക്കുമ്പോഴേക്കും സുധീഷും നിധിയുടെ അച്ഛൻ തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഇന്നു മുതൽ 7 ദിവസത്തിനകം അവൾ നിന്നെ ഉപേക്ഷിച്ച് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കും എന്ന് പകൽ കണ്ടപ്പോൾ വെല്ലുവിളിച്ചതും രാത്രി പിന്നമ്പുറത്ത് വെച്ച് ഒരാഴ്ചയാ ഞാൻ നിനക്ക് സമയം തന്നത്, അതിൽ ആദ്യത്തെ ദിവസം അവസാനിക്കാറായി, ഇനിയുള്ള 6 ദിവസത്തിനുള്ളിൽ അവൾ എന്റെ വീട്ടിൽ എന്റെ മകളായിട്ട് പഴയതുപോലെ തുടരും എന്ന് രാജീവ് പറഞ്ഞതോർക്കെ ടെൻഷനോടെ നിധിയെ എന്നിൽ നിന്നും പിരിക്കാൻ ആര് വിചാരിച്ചാലും ഞാൻ സമ്മതിക്കില്ല, നാളെ നിധിയെ ഇവിടുന്ന് കൊണ്ടുപോവാനും കഴിയില്ല, അങ്ങനെ സംഭവിച്ച അതിന്റെ അറ്റം കാണാതെ ഞാൻ മടങ്ങിയില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച് അവനും ടെൻഷനോടെ കിടപ്പ. രാവിലെ നിധി എഴുന്നേറ്റ് വരുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റ് പോയിരുന്നു. മറ്റു 3 പേരും അവിടെ കിടന്നുറക്കമാ. നിധി അച്ഛൻ കിടക്കുന്ന റൂമിന്റെ ഡോർ തുറന്നു നോക്കുമ്പോഴേക്കും അച്ഛനും കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അത് കാണേ അവളും റൂമിന്റെ ഡോർ ചാരിക്കൊണ്ട് അടുക്കളയിലേക്ക് എത്തുമ്പോഴേക്കും അടുക്കള ജോലിയിലായിരുന്ന സുഭാഷ് അവന്മാരെ എണീറ്റില്ലേ മോളെ എന്ന് ചോദിക്കുക. ഇല്ലെന്ന് അവൾ പറയേ. ഇവന്മാരുടെ കാര്യം എന്ന് പറഞ്ഞ് സുഭാഷ് ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് സുധീഷേ, ഹരീഷേ, നികേഷേ എഴുന്നേൽക്കട എല്ലാവരും എന്ന് പറയുമ്പോഴേക്കും അവരും കണ്ണു തുറന്നു നോക്കുകയാ. എടാ, നിധിയുടെ അച്ഛനെ രാവിലെ പത്രം വായിക്കുന്ന ശീലമുള്ളതാ, വേഗം എഴുന്നേറ്റ് ഒരു പത്രം വാങ്ങിക്കൊടുക്കും ചെല്ലെന്ന് നികേഷിനോടായി പറയേ. നികേഷും അതിനൊക്കെ എന്ന് സമ്മതിച്ചുകൊണ്ട് ഓരോ വൃത്തികെട്ട ശീലങ്ങൾ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. പിന്നെ അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സുഭാഷ് ഏട്ടനോടായി നിധി എല്ലാ പണികളും സുഭാഷ് ഏട്ടൻ ഇത്ര നേരത്തെ ചെയ്തു വെച്ചോ എന്ന് ചോദിക്കേ. എന്താ മോളെ എന്ന് സുഭാഷും. പാത്രമൊക്കെ കഴുകിയിട്ടത് എന്തിനാ, ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് നിധി ചോദിക്കേ. ഞാൻ ഇവിടെയുള്ളപ്പോ അത് നിന്നെ കൊണ്ട് ചെയ്യിക്കോ? സാറ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും എല്ലാം ഒന്ന് വൃത്തിയായി കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനേ ചായ ഇട്ടു തരാം, മോൾ അതുമായി ചെന്ന് അച്ഛനെ വിളിക്കും, പോവേണ്ടതല്ലേ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കേ നിധി സ്നേഹത്തോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽപ്പാ. എന്താ നോക്കുന്നേ എന്ന് സുഭാഷ് ചോദിക്കേ. അവളും ചിരിയോടെ ഇവിടെയുള്ളവരൊക്കെ ഭയങ്കര ലക്കി,
അതിന്റെ കാരണം സുഭാഷ് ഏട്ടനാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും സുഭാഷും സ്റ്റവിൽ വെച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അവിടെ കുളിച്ച് റെഡിയായിരിക്കുന്ന നിധിയുടെ അച്ഛന് നികേഷ് പത്രം കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം അത് വാങ്ങി നോക്കിക്കൊണ്ട് ഇംഗ്ലീഷ് പേപ്പർ കിട്ടിയില്ലേ മോനെ എന്ന് ചോദിക്കുക. അയ്യോ, ഇവിടെ അങ്ങനെ പത്രം വരുത്താറ് വാങ്ങാറൊന്നുമില്ല, അതുകൊണ്ട് ഏതാ വാങ്ങേണ്ടെന്ന് അറിയില്ലായിരുന്നു, അതാ എന്ന് നികേഷ്. സുഭാഷ് നിധിയുടെ അച്ഛന് ചായ കൊണ്ട് കൊടുക്കുമ്പോഴേക്കും നിധിയും റെഡിയായി അങ്ങോട്ടെത്തുകയാ. മോളെ എന്ന് ഇറങ്ങുമല്ലേന്ന് അച്ഛൻ ചോദിക്കുക. അയ്യോ ഇരിക്കെ, നമുക്ക് കഴിച്ചിട്ട് പോവാമെന്ന് സുഭാഷ് ഒരു നല്ല കുക്കാണെന്ന് ഇന്നലെ മനസ്സിലാക്കിയതല്ലേ, ഇനി നിന്നാ ഇപ്പൊ ഇറങ്ങിയ ട്രാഫിക് കൂടുന്നതിന് മുമ്പ് ഹൈവേയിലെത്തും, അവിടെ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട് എന്ന് രാജീവ് പറയേ. അല്ല, ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്, എല്ലാം ഒന്ന് എടുത്തു വെച്ചാൽ മതിയെന്ന് സുഭാഷും. ദേഷ്യം അപ്പോഴേക്കും അങ്ങോട്ടെത്തുകയാ. അതിനുള്ള സമയമില്ല, ഇതേ ഇപ്പൊ തന്നെ ഇത് രണ്ടാമത്തെ ചായ, ഇത് മതിയെന്ന് പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ട് നീയൊക്കെ പാക്ക് ചെയ്തോന്ന് നിധിയോടായി ചോദിക്കുകയാ രാജു. വച്ചാന്ന് നിധി പറയേ. വീട്ടിൽ നിന്റെ ഒരുപാട് ഡ്രസ്സുകൾ എല്ലാം ഒന്ന് എടുത്തിട്ട് വരണ്ടെന്ന് പറയേ. ഇല്ല ചാ, അത്യാവശ്യത്തിന് എടുത്തിട്ടേ ഉള്ളൂ എന്ന് നിധി. എല്ലാം ശ്രദ്ധിച്ച് സംശയത്തോടെ നിൽക്കുകയായിരുന്നു സുധീഷും. ഇയാളുടെ മുഖം കണ്ടാൽ അറിയാം എന്തോ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഈ കുരുക്കിൽ നിന്നും മൂരാൻ എന്താ ഒരു വഴി ഭഗവാനെ എന്ന് പറഞ്ഞവൻ ആലോചനയോടെ നിൽക്കെ. എടാ സുധീഷേ, നീ ഡ്രസ്സ് പാക്ക് ചെയ്തോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. സുഭാഷ് ഒന്നും മിണ്ടാതെ ആലോചനയോടെ നിൽക്കുന്നത് കാണാൻ. എടാ നിന്നോടാ എന്ന് സുഭാഷ് ഏട്ടൻ ഒച്ച വെക്കുക. സുധീഷും ഞെട്ടി ഉണർന്ന് എന്താ? ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പോണില്ലെന്ന് പറയുക. പോകുന്നില്ലേ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കേ. എനിക്ക് കമ്മിറ്റിയുടെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നെന്ന് സുധീഷും. എടാ നീ പോവാതെ എങ്ങനെയാ, നിന്നെ കൂടി വിളിച്ചതല്ലേ സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അതെനിക്കറിയാം, എന്നെയും നിധിയെയും ചേർത്തിട്ട് വരാൻ പറഞ്ഞേക്കുന്നതായാലും ഇവരിപ്പോ പോട്ടെ, ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ എന്നവൻ പറയുന്നത് കേൾക്കേ. നീ ആ തോമസ് ഏട്ടനെ ഒന്ന് വിളിച്ച് പറയാൻ നോക്കിയേ. എടാ വേറെ എത്ര ഡ്രൈവേഴ്സ് ഉണ്ട്, 1-2 ദിവസത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ എന്ന് സുഭാഷ് ഏട്ടൻ. അതൊക്കെ ഞാനും ആലോചിച്ച് തന്നെയാ സുഭാഷ് ഏട്ടാ, ഇതിപ്പോ ഒരു രക്ഷയും ഇല്ലാണ്ടായി പോയി, അതാ എന്ന് സുധീഷും. നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കി നിൽക്കേ. നിധി, ഇന്നത്തേക്ക് താനൊന്നും ക്ഷമില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ, അച്ഛൻ വേണേ പൊക്കോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി നാളെ പോയാലോ എന്നവൻ ചോദിക്കേ. അയ്യോ അത് വേണ്ട, ജോലി തന്നെയാ മുഖ്യം, നിധിയും കൂട്ടി പോയിക്കോളാം. സുധീഷ് ജോലി തീർത്ത് സമാധാനമായി 2 ദിവസം കഴിഞ്ഞ് എത്തിയാൽ മതി. എന്താ മോളെ അതുപോലെ എന്ന് രാജീവ് ചോദിക്കേ. അത് മതിയച്ചാ, നമുക്ക് പോവാമെന്ന് നിധിയും. രാജീവ് വീണ്ടും സുധീഷിനോടായി. സുധീഷേ, ഇപ്പൊ മനസ്സിലായില്ലേ, പണിയാണ് പ്രധാനം, എനിക്ക് ചില പണികൾ ബാക്കിയുള്ളത് കൊണ്ടല്ലേ കഴിക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങുന്നത് എന്ന് പറയേ. താൻ എനിക്കിട്ട് പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടോ എന്ന് സുധീഷും മനസ്സിൽ പറയുകയാ. സുഭാഷും സുധീഷിനോടായി. സുധീഷേ, നീ ഒന്നുകൂടി വിളിക്കേ, ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നതല്ലേ അതിന്റെ മര്യാദ എന്ന് പറയേ. സുധീഷ് ഏട്ടൻ ചെല്ല്, തോമസ് ഏട്ടനെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താമെന്ന് ഹരീഷും. സുധീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണേ. എന്താടാ എന്ന് സുഭാഷും. ഞാനൊന്ന് ഫോൺ വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും ഹരീഷും സംശയത്തോടെ രാജീവിനെ നോക്കി നിൽപ്പാ. തന്റെ പദ്ധതികളെല്ലാം നടപ്പിലാവുന്നതിന്റെ സന്തോഷത്തിൽ ഒരു ചിരിയോടെ ചായ കുടിച്ചിരിക്കുന്ന രാജീവിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുഭാഷ് ഏട്ടനോടും വീട്ടുകാരോടും സങ്കടത്തോടെ യാത്ര പറഞ്ഞ നിധി അച്ഛന്റെയും സുധീഷിന്റെയും കൂടെ വീട്ടിലേക്ക് തിരിക്കുന്നതും സുധീഷിനെ അവരുടെ ഡ്രൈവറാക്കി രാജീവ് നിധിയെയും കൂട്ടി അവരുടെ വീട്ടിലെത്തുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.